ഹലോ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80 ആൻഡ് ദ സെവൻത് ടേം ഈസ് 60. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദിസ് സീക്വൻസ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 80ഉം 7ാം പദം 60ഉമാണ്. ഈ ശ്രേണിയിലെ 10ാം പദം എന്താണ്? ആദ്യ പദം എന്താണ്? നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫോർത്ത് ടേം 80യും സെവൻത് ടേം 60യും, അതായത് 4ാം പദം 80ഉം ഉണ്ട്, അതുപോലെ 7ാം പദം 60ഉം ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? 10th ടേം 10ാം പദം, അതുപോലെ ഫസ്റ്റ് ടേം ഒന്നാം പദം. നമുക്ക് സീക്വൻസ് എഴുതുമ്പോൾ x4 കഴിഞ്ഞ് അടുത്ത x5, x6, x7 ഇങ്ങനെ ടേമുകൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ x4ൽ നിന്ന് x6ലേക്ക് എത്താൻ നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് കടന്നു പോകണം? 3 കോമൺ ഡിഫറൻസ്. അപ്പോൾ x4 എന്ന ടേം എത്രയാണ്? ഇവിടെ 80ആണ്. x7 എന്ന ടേം എത്രയാണ്? 60ആണ്. അപ്പോൾ x4ൽ നിന്ന് നാലാമത്തെ പദത്തിൽ നിന്ന് 7ാമത്തെ പദത്തിലേക്ക് എത്താൻ 3 കോമൺ ഡിഫറൻസ് അകലമുണ്ട് അല്ലേ. 3 കോമൺ ഡിഫറൻസ്, 3 പൊതുവ്യത്യാസത്തിൻ്റെ ദൂരമുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 10ാം പദവും അതുപോലെ ഒന്നാം പദവും. ഈ x7ൽ നിന്ന് x10ലേക്ക് എത്താൻ, 10ാം പദത്തിലേക്ക് എത്താനും നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് കടക്കേണ്ടിയിരിക്കുന്നു? നോക്കൂ, 1, 2, 3 കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെയുള്ള അതേ ദൂരം അകലം തന്നെയാണ് ഇവിടെയുള്ള അതേ അകലവും. 10ാം പദത്തിലേക്ക് എത്താനും എത്ര കോമൺ ഡിഫറൻസ് കടക്കണം? 3 കോമൺ ഡിഫറൻസ് കടക്കണം. അതുപോലെ തിരിച്ച് നോക്കൂ, ഇനി x1 അല്ലേ നമുക്ക് കാണേണ്ടത്. x4ന് തൊട്ട് മുമ്പ് x3, x2, x1 അല്ലേ. അപ്പോൾ x4ൽ നിന്ന് x1ലേക്ക് എത്താനും എത്ര കോമൺ ഡിഫറൻസ് നമ്മൾ പുറകോട്ട് പോകണം? 3 കോമൺ ഡിഫറൻസ് അല്ലേ. അതായത് ഇവിടെ 80ൽ നിന്ന് 60ലേക്കുള്ള വ്യത്യാസം എത്രയാണോ അത് തന്നെയായിരിക്കും 60ൽ നിന്ന് എവിടേക്ക് എത്തേണ്ടതും? ഈ x10ൽ ഇരിക്കുന്ന ആ വാല്യൂയിലേക്ക് എത്തേണ്ടതും അല്ലേ. അതായത് 80ൽ നിന്ന് 60ലേക്കാണ് എത്തുന്നത്. 80ൽ നിന്ന് 20 കുറഞ്ഞാണ് 60ലേക്ക് എത്തുന്നത് അല്ലേ. 80ൽ നിന്ന് 20 കുറഞ്ഞ്, അതായത് 80-ന്റെ -20, 80 - 20 ആണ് 60. അതുപോലെ 60 - 20 ആയിരിക്കും ഇവിടെ കിട്ടുന്നത് അല്ലേ. 60 - 20 എത്രയാണ്? 40. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെയും 20 കുറഞ്ഞാണ്, ഇവിടുത്തെ x1ൽ നിന്ന് 20 കുറഞ്ഞാണ് എവിടെ എത്തുന്നത്? 80ലേക്ക് എത്തുന്നത്. എന്തിൽ നിന്ന് 20 കുറഞ്ഞാലാണ് 80 എത്തുന്നത്? 100ൽ നിന്ന് 20 കുറഞ്ഞാലാണ് 80 എത്തുന്നത്. നോക്കൂ, x4ൽ നിന്ന് x1ലേക്ക് എത്താൻ 3 കോമൺ ഡിഫറൻസിൻ്റെ അകലം, x4ൽ നിന്ന് x7ലേക്ക് എത്താനും അപ്പോൾ തുല്യ അകലം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ടേമിൽ നിന്ന് ഇരുഭാഗത്തേക്ക് മുൻപോട്ടും പുറകോട്ടും ഒരേ അകലത്തിലാണ് ഉള്ളതെങ്കിൽ ആ ടേമുകളുടെ അകലവും എന്തായിരിക്കും? തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1ാം പദവും ഉണ്ടായിരുന്നു, അതുപോലെ 10ാം പദവും ഉണ്ടായിരുന്നു അല്ലേ. 10ാം പദം നമുക്ക് എന്തെന്ന് കിട്ടും? ഒരേ അകലത്തിലായതുകൊണ്ട് നമുക്കിവിടെ 40 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ പദം എന്താണെന്ന് എഴുതാൻ പറ്റും? 100 എന്നും എഴുതാൻ പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 8, 15, 22 etc. ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ബി 56? ഈസ് 302 എ ടേം ഓഫ് ദ സീക്വൻസ്? ഇഫ് സോ, വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? 8, 15, 22 എന്ന സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 56 ആകുമോ? 302 ഈ ശ്രേണിയിലെ പദമാണോ? ആണെങ്കിൽ എത്രാമത്തെ പദം? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് 8, 15, 22 എന്നതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിൽ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ ഡിഫറൻസ് 56 ആകുമോ എന്നാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 2 ടേമുകളുടെ ഡിഫറൻസ് 56 ആകാൻ സാധ്യതയുണ്ടോ? അതിന് നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണെന്ന് നോക്കാം. 15ൽ നിന്ന് 8 മൈനസ് ചെയ്യൂ. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 7 എന്ന് കിട്ടും. ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് 56 അല്ലേ. 56ലെ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആകുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 56നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ 56 എന്താകും? 2 ടേമുകളുടെ ഡിഫറൻസ് ആകും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 0 കിട്ടിയല്ലോ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? therefore 56 ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് 2 ടേംസ് അല്ലേ. ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ്, ഏതെങ്കിലും 2 ടേമുകളുടെ ഡിഫറൻസ് എന്താകിക്കോളും? 56 ആവും. അപ്പോൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഏതെങ്കിലും 2 ടേമുകളുടെ ഡിഫറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് കാണുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ആ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുക. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
56 എന്നല്ല, വേറെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് ഡിഫറൻസ് ആകും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈസ് 302 എ ടേം ഓഫ് ദ സീക്വൻസ്? ഇഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? ഈ സീക്വൻസിൻ്റെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് 302 എന്നൊരു ടേം കിട്ടുമോ? 302 ഈ ശ്രേണിയിലെ ഒരു പദമാണോ? അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ പദമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 302 അല്ലേ ചോദിച്ചിരിക്കുന്നത്? ആ 302 നിന്ന് നമ്മുടെ ഫസ്റ്റ് ടേം ഏതാണ്? ഒന്നാമത്തെ പദം ഏതാണ്? 8. അതങ്ങ് മൈനസ് ചെയ്യുക. ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 302 നിന്ന് 8 മൈനസ് ചെയ്ത് നോക്കിയാൽ എത്രയാണ് കിട്ടുന്നത്? 294 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 294. ഈ 294നെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 294നെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക? കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 294നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. 4 7 28, 2 7 14. പറ്റുന്നുണ്ടല്ലോ. എത്രയും നമുക്ക് കിട്ടുന്നു? 42 എന്ന് കിട്ടും. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് നമുക്ക് 302 ഈ ശ്രേണിയിലെ പദമാണെന്ന് എഴുതാം. യെസ്, 302 ഈസ് എ ടേം അല്ലേ? 302 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. എത്രാമത്തെ ടേമാണ്? എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിക്കാൻ 42നോട് 1 കൂട്ടുക. അതായത് 43ാമത്തെ ടേമാണ് എന്ത്? 302 അല്ലേ? 43rd അല്ലേ? 43rd ടേം, 43ാമത്തെ പദമാണ് 302. അപ്പോൾ പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ടേം ഏതാണോ അതിനെ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമിൽ നിന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒന്നുണ്ടെങ്കിൽ അത് ടേം ആകും. പറ്റുന്നില്ല എങ്കിൽ എന്താണ്? ടേം ആകില്ല. മൂന്നാമത്തെ ചോദ്യം, the sum of the first 5 terms of an arithmetic sequence is 40 and the sum of the first 13 terms is 260. What is the third term of the sequence? What is the seventh term? Write the first 3 terms of this sequence. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40ഉം ആദ്യത്തെ 13 പദങ്ങളുടെ തുക 260ഉമാണ്. ഈ ശ്രേണിയിലെ മൂന്നാം പദം എന്താണ്? ഏഴാം പദം എന്താണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദി സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയെന്നാണ്? 40 എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ x1 മുതൽ തുടങ്ങി x1 പ്ലസ് അങ്ങനെ എവിടെ വരെയുണ്ട്? x5 വരെ. ആദ്യത്തെ 5 പദങ്ങളുടെ സം എത്രയെന്നാണ് തന്നിരിക്കുന്നത്? 40 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? മൂന്നാമത്തെ പദം എത്രയാണ്? അപ്പോൾ ഇതിൽ ഇപ്പോൾ എത്ര ടേമുകളാണ് ഉള്ളത്? 1 മുതൽ എത്ര ടേം വരെ ഉണ്ട്? 5 ടേം വരെ ഉണ്ടല്ലേ? അതിൽ മിഡിൽ വരുന്ന ടേമാണ് ഏത് ടേം? തേർഡ് ടേം എന്ന് പറയുന്നത് മിഡിൽ വരുന്നതാണ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ ഇപ്പോൾ എത്ര നമ്പർ ഓഫ് ടേംസ് എത്രയുള്ളത്? 5 എണ്ണം. നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 5 എന്ന സംഖ്യ ഓഡല്ലേ? ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 + 1. അത് ഏതാണോ ഓഡ് നമ്പർ ഇവിടെ കിട്ടുന്നത്? ഇപ്പോൾ 5 ആണെങ്കിൽ 5, 7 ആണെങ്കിൽ 7. ഏത്രയാണോ ഓഡ് നമ്പർ ടേംസ് കിട്ടുന്നത് അതിനോട് 1 കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാ? അപ്പോൾ 6/2 നമുക്ക് എത്രയെന്ന് കിട്ടും? 3. അതായത് മൂന്നാമതിരിക്കുന്ന ടേം ആയിരിക്കും ഇവിടുത്തെ മിഡിൽ ടേം അല്ലേ? മിഡിൽ ടേം കണ്ടുപിടിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം കാണാനായി ഇവിടുത്തെ മിഡിൽ ടേം ഇപ്പോൾ ആരാണ്? x3 ആണ് അല്ലേ? ആ സമ്മിനെ, ആ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മിനെ അത്രയും നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? മിഡിലിരിക്കുന്ന ടേം കിട്ടും. അതായത് ഇവിടെ x3 എത്രയാണ്? 8. മനസ്സിലായോ? അതായത് 1 മുതൽ 5 വരെയുള്ള ടേമുകളുടെ സമ്മാണ് 40 തന്നിരിക്കുന്നത്. നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് തേർഡ് ടേമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തേർഡ് ടേമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ടേമിൻ്റെ എല്ലാം മധ്യഭാഗത്തിരിക്കുന്നത് മിഡിൽ ടേമാണ് x3. ഇനി x3 ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഈ നമ്പർ ഓഫ് ടേംസ് എത്രയാണോ അത് ഓഡ് നമ്പർ ആയിരിക്കണം കേട്ടോ. 5 7 അങ്ങനെ വരുന്ന ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1 കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 3 ആണ്. അതായത് മൂന്നാമതിരിക്കുന്ന ടേമാണ് മിഡിൽ ടേം തന്നെ. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും. ഇനി അടുത്ത നോക്കൂ, അടുത്ത ക്ലൂ തന്നിരിക്കുന്നത് എന്താണ്? ദി സം ഓഫ് ദി ഫസ്റ്റ് 13 ടേംസ് ഈസ് 260. ആദ്യത്തെ 13 പദങ്ങളുടെ തുക എത്രയാണ്? 260 ആണ് അല്ലേ? ആദ്യത്തെ 13 പദങ്ങളുടെ 13 ടേംസിൻ്റെ സം, അതായത് x1 മുതൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നത്? x13 വരെ നമ്മൾ കൂട്ടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 260 ആണ്. നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെവൻത് ടേം, ഏഴാം പദം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏഴാം പദം ഇതിൻ്റെ മിഡിലിരിക്കുന്നതാണോ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഇവിടെ 13 ഓഡ് നമ്പർ അല്ലേ? 13ൻ്റെ കൂടെ 1 കൂട്ടിയേ, ഇപ്പോൾ എന്താ? 14. 14/2 എത്രയാ? 7 അല്ലേ? അപ്പോൾ മിഡിലിരിക്കുന്ന ടേം ആര് തന്നെയാണ്? ഏഴാമത്തെ ടേം തന്നെയല്ലേ മിഡിലിരിക്കുന്നത്? x7.
അപ്പോൾ മിഡിൽ ടേം അഥവാ x7, ഇവിടുത്തെ മിഡിൽ ടേം ആരാണ്? x7 ആണ് മിഡിൽ ടേം. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സമ്മിനെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13 ആണല്ലോ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ എത്ര കിട്ടും? 20. അതായത് ഏഴാമത്തെ പദം എത്രയാണ് നമുക്ക് കിട്ടി? 20 എന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമതായി കണ്ടുപിടിക്കേണ്ടത് ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ്. അതായത് റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ 3 പദങ്ങൾ എഴുതണമെങ്കിൽ നമുക്ക് എത്ര വീതമാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ഇവിടെ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഇപ്പോൾ 2 ടേമുകൾ കിട്ടി. ഏതൊക്കെയാണ്? x3യും x7. മൂന്നാം പദം 8, x3 8 ആണ്. ഏഴാം പദം 7th ടേം എത്രയാണ്? 20 ആണ്. ഇത്ര നമുക്ക് കിട്ടിയതാണ്. നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ എഴുതണം. അതിനായിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തിനെ കാണണം അല്ലേ? അപ്പോൾ x7 എത്താൻ നമുക്ക് x3 ഉണ്ട്. x3യിൽ നിന്ന് x7 എത്താൻ, 3ൽ നിന്ന് 7 എത്താൻ എത്ര കോമൺ ഡിഫറൻസ് നമ്മൾ കൂട്ടണം? 4 കോമൺ ഡിഫറൻസ് കൂട്ടണ്ടേ? നോക്കൂ, ഇവിടെ ഡിഫറൻസ് എടുത്താൽ മതി. 7ൽ നിന്ന് 3 കുറച്ച് എത്ര? 4 അല്ലേ? അപ്പോൾ 3ൽ നിന്ന് 7 എത്താൻ, മൂന്നാമത്തെ ടേമിൽ നിന്ന് ഏഴാമത്തെ ടേമിലേക്ക് എത്താൻ നമുക്ക് 4 കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടിയിരിക്കുന്നു. അതായത് x7 ഇവിടെ 20 ആണ്, x3 8 ആണ്. നമുക്ക് 4D എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. 20ൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് 8നെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 20 മൈനസ് 8 എത്രയാണ്? 4D ആണ്. അതായത് 12 ആണ് 4D. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 കോമൺ ഡിഫറൻസ്. അതായത് ഇനി ഇതിൽ നിന്ന് D കണ്ടുപിടിക്കാമല്ലോ. 12/4 അതായത് 3 ആണ്. 12/4 എത്രയാണ്? 3. ഇനി നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ എഴുതാൻ സാധിക്കും. അതായത് നമുക്ക് x3 മൂന്നാമത്തെ ടേം ഇവിടെ 8 എന്നുണ്ട്. അപ്പോൾ 8 ആണ് മൂന്നാമത്തെ ടേം. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 3 പുറകിലോട്ട് കുറയ്ക്കുക. അപ്പോൾ എന്താ കിട്ടുന്നത്? 3 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. വീണ്ടും 3 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 2 അല്ലേ? 3 വീതം കൂടിയല്ലേ വരുന്നത്? 2, 5, 8. അപ്പോൾ ഇതാണ് ആദ്യത്തെ ശ്രേണിയിലെ 3 പദങ്ങൾ. ഇതാണ് മൂന്നാമത്തെ പാർട്ടിൻ്റെ ആൻസർ. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ദ സം ഓഫ് ദ 11th and 21st ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് ദ 16th ടേം? ഒരു സമാന്തര ശ്രേണിയിലെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്ത്? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 11ാം പദത്തിൻ്റെ 11th ടേമിൻ്റെയും അതുപോലെ 21st ടേമിൻ്റെയും സമ്മാണ്, തുകയാണ്. എത്രയാണ്? 80 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് എന്താണ്? 16ാമത്തെ പദമാണ് കാണേണ്ടത്. ഇവിടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസോ മറ്റൊന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 2 ടേമുകളുടെ സം തരുമ്പോൾ നമുക്ക് ആ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇവിടുത്തെ സ്ഥാനം 11, ഇവിടുത്തെ സ്ഥാനം എത്രയാണ്? 21 അല്ലേ? അപ്പോൾ ഈ 11ഉം 21ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 32 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ നമുക്ക് തന്നിരിക്കുന്ന പദം തന്നിരിക്കുന്നത് 16ാമത്തെ പദമാണ്. അപ്പോൾ ഈ 32 കിട്ടാൻ 16നോട് എത്ര കൂട്ടിയാലാണ് വീണ്ടും 32 കിട്ടുന്നത്? ഇതുപോലെ നമുക്ക് 2 ടേമുകളുടെ സമ്മാക്കി എഴുതണമെങ്കിൽ ഈ 16 എന്ന് പറഞ്ഞ പൊസിഷനോട് കൂടി, സ്ഥാനത്തോടു കൂടി എത്രാം പദത്തിൻ്റെ പൊസിഷൻ കൂട്ടുമ്പോഴാണ് 32 കിട്ടുന്നത്? 32ൽ നിന്ന് 16 തന്നെ മൈനസ് ചെയ്ത് നോക്കൂ, 16 കിട്ടും അല്ലേ? അതായത് x16 പ്ലസ് x16 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 2 പൊസിഷൻ്റെയും സമ്മ്, സ്ഥാനങ്ങളുടെ തുക എത്രയാണ്? 32 ആണ്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ 2ൻ്റെയും സ്ഥാനങ്ങളുടെ തുക എത്രയാണ്? 32 അല്ലേ? അപ്പോൾ ഇതിലെ 2ൻ്റെയും സ്ഥാനങ്ങളുടെ തുകയും എന്താണ്? 32. അങ്ങനെയാണെങ്കിൽ ഒരേ പൊസിഷൻ സം കൂട്ടുമ്പോൾ, സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ ഒരേ സമ്മാണ് കിട്ടുന്നതെങ്കിൽ ആ ടേമുകളുടെ സമ്മും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ത് തന്നെ ആയിരിക്കും? 80 തന്നെ ആയിരിക്കും. അപ്പോൾ x16 പ്ലസ് x16 എത്രയാണ്? 80 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x16th ടേം എത്രയെന്താണ്? അതായത് 16ാമത്തെ പദം. അപ്പോൾ 2x16 ഉണ്ടല്ലേ ഇവിടെ? 2x16 ആണ് ഇവിടെ 80. അപ്പോൾ x16 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 80/2. അതായത് 16ാം പദം എത്രയാണ്? 40. അപ്പോൾ ഇതുപോലെ 2 ടേമുകൾ തന്നിട്ട് മറ്റൊരു ടേം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ടേമുകളുടെ സം അതായത് അതിൻ്റെ പൊസിഷൻ്റെ സ്ഥാനത്തിൻ്റെ തുക തുല്യമാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ദ സം ഓഫ് ദ 7th and 8th ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50 ആണെങ്കിൽ ആദ്യത്തെ 14 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7ാം പദം x7ൻ്റെയും 7th ടേം, 8ാം പദം 8th ടേമിൻ്റെയും തുക സം എത്രയാണ്? 50 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 14 പദങ്ങളുടെ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ആണ് കാണേണ്ടത്. അതായത് x1 മുതൽ നമ്മൾ എത്ര വരെ? x15 വരെ ആഡ് ചെയ്താൽ, കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊസിഷൻ്റെ തുക നോക്കിക്കേ. 7ഉം 8ഉം എത്രയാണ്? 15 അല്ലേ? 7ഉം 8ഉം കൂട്ടുമ്പോൾ 15 ആണ് സ്ഥാനങ്ങളുടെ തുക. അപ്പോൾ ഇവിടെ x1നോട് ഇവിടെ x1ഉം
ഇതിന് തൊട്ട് മുമ്പുള്ള x14 കൂടെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 അല്ലേ? ഇതിൻ്റെ സ്ഥാനങ്ങളുടെ തുകയാണ് ഞാൻ പറയുന്നത്. 1ഉം 14ഉം കൂട്ടുമ്പോൾ 15 അതുപോലെ 2ഉം എന്തും കൂട്ടുമ്പോഴാണ് 15? 13ഉം കൂട്ടുമ്പോൾ 15. അതുപോലെ 3ഉം 12ഉം കൂട്ടുമ്പോൾ എന്താണ്? 15. അങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അതായത് 1 മുതൽ 15 വരെയുള്ള ടേമുകളുടെ തുക എടുക്കുമ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ 15 തുക കിട്ടുന്ന സ്ഥാനങ്ങളുടെ തുക 15 കിട്ടുന്ന എത്ര ഗ്രൂപ്പുകളാക്കാൻ പറ്റും? x1 മുതൽ x15 വരെയുള്ള കൂട്ടുന്നതിനാണ് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1ഉം 14ഉം 15, 2ഉം 13ഉം 15, അങ്ങനെ ഇതിൻ്റെ എല്ലാ സ്ഥാനങ്ങളുടെ തുകയും എത്രയാണ്? 15 അല്ലേ? അതായത് ഈ x7ഉം x8ഉം കൂട്ടുമ്പോൾ 50 ആണെങ്കിൽ ഇത് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഓരോന്ന് കൂട്ടുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? 50 തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6, 7 എണ്ണം അല്ലേ? അപ്പോൾ ഈ ഓരോ 7 ഗ്രൂപ്പുകളുടെയും തുക എത്രയാണ്? 50, 50. എല്ലാത്തിൻ്റെതും എത്ര വീതമാണ്? 50 വീതമാണ്. അപ്പോൾ 7 × 50, അതായത് 350 ഒന്നാമത്തെ പദം മുതൽ 15ാമത്തെ പദം വരെയുള്ള തുക.